ഷഫീദ്, സ്വാഭാവികമായും ഇതിലെ 23കാരി നൽകിയിട്ടുള്ള പരാതിയാണ്. നേരത്തെ ഈ പരാതി KPCC അധ്യക്ഷന് ഇമെയിലായി ലഭിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹം അത് DGPക്ക് കൈമാറുന്നു. അതിന്മേൽ പിന്നീട് മൊഴി രേഖപ്പെടുത്തുന്നു. ഇതിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇടപെടൽ സംബന്ധിച്ച കാര്യം ഇപ്പോൾ നേരത്തെ രാഹുലിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒളിവിൽ കഴിയുകയാണ് MLA. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു വിധി വരാനുള്ള സാധ്യതകൾ ഉണ്ടോ? പ്രത്യേകിച്ച് കുറെ കൂടി ഗൗരവമുള്ള ആരോപണങ്ങളാണല്ലോ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നിയമവൃത്തങ്ങളിൽ എന്താണ് ഇതിലെ സാധ്യതകളായി പരിഗണിക്കപ്പെടുന്നത്? ആ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ ഷഫീദ്? GK, സാധാരണഗതിയിൽ ഇത്തരം രണ്ട് സമാന സ്വഭാവത്തിലുള്ള കേസ് വന്നാൽ ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയൊരു സാഹചര്യത്തിൽ രണ്ടാമത്തെ കേസിലും അത് തള്ളേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യ കേസിന് സമാനമായി തന്നെ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ബലാത്സംഗ കുറ്റമാണ് ഇതിലും ചുമത്തിയിരിക്കുന്നത്. ഭ്രൂണഹത്യയിൽ ആദ്യ കേസിനെ പോലെ ഭ്രൂണഹത്യയിൽ നിന്ന് മാത്രമാണ് ക്രൂര ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ അതാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ക്ലെയിമായി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്ന കാര്യം. അതേസമയം ഈ ഹൈക്കോടതിക്ക് മുൻപിലെ നോട്ട് ടു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും പ്രതിഭാഗം ഇപ്പോൾ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. അടച്ചിട്ട കോടതി മുറിക്കുള്ളിലായിരുന്നു ഇതിന്റെ വാദം നടന്നത്. അതുകൊണ്ട് തന്നെ ആ വാദഘട്ടത്തിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങളും കോടതി എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. പല പെൺകുട്ടികൾക്കും ഇയാൾക്കെതിരെ സമാനമായ ചില പരാതികളുണ്ട്. ഒരു പക്ഷേ ഇനി ഈ രണ്ട് പരാതികൾക്കപ്പുറത്തേക്ക് കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയുള്ള പ്രോസിക്യൂഷൻ വാദത്തെ കോടതി എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കുക എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല ആദ്യ കേസിൽ തെളിവുകളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ പെൺകുട്ടിയുടെ ശക്തമായ മൊഴിയും അതേപോലെ തന്നെ പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചില ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് പ്രോസിക്യൂഷൻ പിടിവള്ളിയാക്കുന്നത്. ഏതായാലും അല്പസമയത്തുള്ള നമുക്ക് ആ വിധി എന്താണെന്നറിയാം. രാഹുലിനെ സംബന്ധിച്ച് നിർണായകമായി മാറുക ഇവിടെയും, അതായത് രണ്ടാമത്തെ കേസിലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം തള്ളിയാൽ ഹൈക്കോടതിയിൽ പോകേണ്ടി വരും. അങ്ങനെ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ആദ്യ കേസിൽ സമാന സ്വഭാവത്തിലുള്ള ആദ്യ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഇരിക്കുന്ന ഒരു പ്രതിക്ക് വീണ്ടും ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുക, അത് ഹൈക്കോടതി എങ്ങനെ പരിഗണിക്കും എന്നൊക്കെയുള്ള കാര്യം നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതം എന്ന് അവസാനിക്കുമെന്നുള്ള ചോദ്യം അത് സ്വാഭാവികമായും ഉയരുകയും ചെയ്യും. പോലീസിനെ സംബന്ധിച്ച്, പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവർ പാലക്കാടും അതേപോലെ തന്നെ തമിഴ്നാടും കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുകയും ആന്റിസിപ്പേറ്ററി ബെയിൽ ഇന്ന് കോടതി തള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സമാനമായി തന്നെ ഇന്ന് ഇതേ കോടതിയിൽ തന്നെ ഉയർന്നു വന്ന മറ്റൊരു കേസായിരുന്നു ഈ അതിജീവിതയെ അധിക്ഷേപിച്ച കേസ്. അതിൽ ഈ രാഹുൽ ഈശ്വർ പ്രതിയായിട്ടുള്ള കേസിൽ സന്ദീപ് വാര്യർ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ തേടിയിരുന്നു. എന്നാൽ ഇന്ന് കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കേസ് 15-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടിയൊരു സാഹചര്യത്തിലാണ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ലേക്ക് മാറ്റിയത്. അങ്ങനെ രണ്ട് കേസുകളിൽ അത് റിപ്പോർട്ട് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കേസ് 15-ലേക്ക് മാറ്റിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ കേസിൽ ഒരുപക്ഷേ നമുക്ക് അല്പസമയത്തിനുള്ളിൽ വിധി പ്രതീക്ഷിക്കാം. ശരി, തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. രണ്ടാം ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യ കേസിലേതെന്നതുപോലെ തന്നെ ഈ രണ്ടാമത്തെ വീണ്ടും ഒരു സമാന സ്വഭാവത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ പേരുണ്ടാകുന്ന ഒരു കേസ് എന്ന നിലയിൽ ജാമ്യം ലഭിക്കാനുള്ള, മുൻകൂർ ജാമ്യം പരിഗണിക്കപ്പെടാനുള്ള, അനുവദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ആദ്യ പീഡന കേസിൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും പക്ഷേ ഹൈക്കോടതി 15 വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കാര്യത്തിൽ ഇനി എന്താണ് കോടതി എടുക്കാൻ പോകുന്ന തീരുമാനം എന്നത് അല്പസമയത്തിനകം അറിയാം. രണ്ടാമത്തെ കേസിൽ അല്പസമയത്തിനകം വിധി വരാൻ ഇരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.